ഫാത്തിമ, ബീവിയൊരു ത്വാഹ തിങ്കൾ കോർത്തിടുന്ന ഫാത്തിമ. ഓതിടും മെഹബൂബിൻ ഓർത്തിടും മെഹലങ്ക, ഓതിടും മെഹബൂബിൻ ഓർത്തിടും മെഹലങ്ക. രംഗിലെന്ത് മംഗമെഴും ചന്ദ്രൻ്റെ ചന്തമെഴും മുത്തൊളിയം ഫാത്തിമ, മുത്തൊളിടും ഫാത്തിമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. രാവിലെ നേരത്തെ നീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് രാവിലെ നീറ്റായി ഉറക്കത്തിന്ന് ഉണർന്ന പാട് നമുക്ക് ദുആ മസ്റ്റാണ് കേട്ടോ ചെല്ലൽ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. ഈ ദുആ നമുക്ക് നിശ്ചയമില്ലാത്തവർക്കുണ്ടെങ്കിലും പഠിക്കാൻ സിമ്പിളായിട്ട് പഠിക്കാം. മക്കൾക്കും നിർബന്ധമായിട്ടും മക്കളെ കൊണ്ടും ചെല്ലിപ്പിച്ച് പഠിപ്പിച്ചെടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് മറക്കാതെ എല്ലാവരും ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാ. പിന്നെ ഒന്നാമത്തേത് നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ഇത് ചെല്ലാനും മാത്രം പോരല്ല കേട്ടോ. നമ്മളെല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ സ്വയം തലയിലേക്ക് ഏറ്റു വെക്കാതിരിക്കുക. നമുക്ക് ചിന്തിക്കാൻ നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുക, അല്ലാത്തത് മറ്റേ ചെവി കൂടെ വിടുക. അപ്പോൾ ഇതിൻ്റെ മാമ പറഞ്ഞത് ഓർമ്മ വരട്ടെ. മാമ പറഞ്ഞതാണ് ഇൻഷാ അല്ലാ. എൻ്റെ മാമ പറഞ്ഞിട്ട് പോയി. അപ്പോൾ എല്ലാ ഇതുമായാലും ഉൾപ്പെടുത്തട്ടോ മാമക്കും വേണ്ടിയിട്ട് സ്വർഗത്തിലാക്കാൻ റബ്ബ്. അപ്പോൾ മാമ പറഞ്ഞതാണ് നമുക്ക് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ കേൾക്കാൻ പറ്റുന്നതാണെന്ന് വെച്ചെങ്കിൽ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക എന്ന് പറയും നമ്മരെ. അതുപോലെ എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് തലയിൽ വെച്ച് അയ്യോ അള്ളാഹു എന്താ ഉള്ള കാര്യം ഇങ്ങനെ ആയല്ലോ, ഈ ഉള്ള കാര്യം ഇങ്ങനെ ആയല്ലോ, ആ വക കാര്യമേ നമ്മൾ ചെയ്യാതിരുന്നാൽ തന്നെ മനസ്സമാധാനം അൽഹംദുലില്ലാ നമുക്ക് കിട്ടും. കുറേ മനസ്സമാധാനം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണതാവും. സ്വയം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇല്ലായ്മയും എല്ലായ്മയും എല്ലാവർക്കും പടച്ച റബ്ബ് തരും. പക്ഷേ അതിലുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കുക. നമ്മൾ മറ്റുള്ള ഒരാളുടെ പോലെ നമ്മൾ ജീവിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കായാലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാം. നമുക്കുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ് അതിപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമായാലും അത് റാഹത്തായി അൽഹംദുലില്ലാ പറഞ്ഞ് കുടിക്കുക. അതും കുടിക്കാൻ കിട്ടാത്ത ആളുകളും പറ്റാത്ത ആളുകൾ എത്രയോ ലോകത്തുണ്ടെന്ന് ആലോചിച്ച് അൽഹംദുലില്ലാ പറയാട്ടോ. അപ്പം തന്നെ നമുക്ക് കുറേ മനസ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ മസ്റ്റ് അത് ചെയ്യുക. പിന്നെ നമ്മളെ ദുആ ചെല്ലാൻ മറക്കരുത് കേട്ടോ ഇൻഷാ അല്ലാ. അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അതിൻ്റെ മുന്നെടുത്തതാണ്. മോൾ നീറ്റോട് ഇത് ഞാൻ കാണാണ്ട് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അവർ നീറ്റായ ബെഡൊക്കെ കൊട്ടിയിട്ട് പുതപ്പൊക്കെ ഇങ്ങനെ എടുത്ത് ഇടിപ്പിക്കാൻ കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരേ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിച്ച് വരികയാണ് കേട്ടോ. അത് സ്വയം അവർ ചേട്ട വെച്ചിട്ട് പിന്നെ നീറ്റ് കഴിഞ്ഞാൽ കർട്ടനൊക്കെ പൊന്തിച്ചിടും. അപ്പോൾ നല്ല വെളിച്ചമാണ് നമുക്ക് കേട്ടോ. അവിടെ പകലൊന്നും നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഒന്നും ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. കർട്ടൻ പൊന്തിച്ചിട്ട് അതന്നെ നല്ല പാടായ കാരണം കൊണ്ട് നല്ല ലൈറ്റാണ്. പിന്നെ അകത്തേക്ക് അടുക്കളയിലേക്കായാലും ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അതാ ഒഴിഞ്ഞ സ്ഥലം പാടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ലോണം വെളിച്ചം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതിനൊന്നും പാചകം ചെയ്യാനൊന്നും നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല വെളിച്ചം കണ്ടുണ്ടാവും. അതാണ് ഇങ്ങനെ ക്ലിയർ മങ്ങിയ പോലെ ഇങ്ങനെ തോന്നുന്നത്. അങ്ങനെ എൻ്റെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് ഇങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതൊന്നും ചിലപ്പോൾ എടുക്കാനൊന്നും പറ്റുമൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാനത് ചെയ്യാൻ നിൽക്കും. ഇത് മുത്തുവിൻ്റെ സൈക്കിളാണ് കേട്ടോ. മുത്തു സ്കൂൾക്ക് പിന്നെ സൈക്കിളിൽ പോവും. സെൻറ്റർ സൈക്കിളിൽ പോയിട്ട് അവിടുന്ന് ബസ്സിനെ പോവാം കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ചും കൊണ്ട് വരാൻ വഴി കുറച്ചും കൊണ്ട് കുറേ പോരണം സെൻറ്ററിൽ നിന്ന്. അപ്പോൾ അത് തന്നെ സെൻറ്റർക്ക് അങ്ങോട്ട് പോവും. പിന്നെ അങ്ങനെ എടുത്താൻ പക്കം എനിക്ക് ഓർമ്മ വന്നതാണ് നിങ്ങളെ ഈ അലക്കുകല്ലൊന്ന് കാണിച്ചു തരണത് കേട്ടോ. നമ്മൾ തിരുമണല്ല് എന്നൊക്കെ പറയും. അപ്പോൾ അത് കാണിച്ചു തരണം വിചാരിക്കും. അപ്പോൾ എന്താ ഇത്ര അല്ലാതെ പ്രത്യേകത എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. പക്ഷേ നല്ല മസ്റ്റ് നമ്മളെ വാഷിംഗ് മെഷീനെക്കാട്ടിലും അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. തിരുമണ കല്ല് സംഭവം സാധാരണയാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിക്കണത് എന്താ വെച്ചെങ്കിലേ മറ്റേ എന്താ പറയുക മണലിൻ്റെ തരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ, അതാണ് മുകളിലിട്ടിട്ടുള്ളത് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിലത്തൊക്കെ തറയിൽ നേരത്തെ കണ്ടില്ലേ നമ്മൾ ബാക്കി വന്ന ടൈലിൻ്റെ പൊട്ട് പീസൊക്കെ ഇട്ടിട്ട് ഗ്രൗട്ടിൽ ആ പൊട്ട് പീസ് ഇട്ടിട്ട് അങ്ങനെ ഇട്ടിക്കാണ്. പിന്നെ ഒരു തട്ടും തണലും ഒരയൽ കെട്ടാൻ പോലും ഒരു തണൽ പോലും ഇല്ല നമുക്ക് കിട്ടാൻ. ഒരു പാടത്തിൻ്റെ സൈഡായത് കാരണം അപ്പോൾ അതൊന്നുമില്ല. അതൊക്കെ ഇനി വെച്ചിട്ടും പിടിപ്പിച്ചിട്ടൊക്കെ വേണം. കണ്ട ഇതുപോലെയാണ് നിലത്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇളേശം തന്നെയാണ് കേട്ടോ. നമ്മൾ ടൈൽ വർക്കൊക്കെ ഇളേശം തന്നെ ചെയ്തത്. ഓന് എല്ലാവരും നല്ല റാഹത്തായി അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ വർക്ക് ചെയ്തതൊക്കെ. പിന്നെ ഇത് അപ്പുറത്ത് ഇങ്ങനെ അതുപോലെ ബക്കറ്റ് വെക്കാൻ നമുക്ക് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കല്ലിട്ട. ഇത് നമുക്ക് നല്ല ഡ്രസ്സ് ആണെങ്കിൽ അതൊക്കെ കഴുകാം. നല്ല ചളിയുള്ള മക്കളുടെ ഡ്രസ്സൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക. പിന്നെ ഡ്രസ്സ് തൊങ്ങു പൊന്തിയേ പിന്നെന്താ പറയുക ഒരേതായിട്ട് നമ്മൾ കീറൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആ വക പരിപാടിയൊന്നും ഈ കല്ലുമ്മല്ല കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു ഉമ്മാക്കൊക്കെ. എൻ്റെ ഉമ്മക്കൊക്കെ കേട്ടോ. കാരണം മക ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല
കല്ലായിട്ടുണ്ട് പറയുന്നുണ്ട് ആ മെറ്റൽ. ഞാനിത് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ മാമൻ്റെ വീട്ടിൽ ഇതുപോലെ കണ്ട് ഞാൻ കേട്ടോ, കല്ലിൻ്റെ മേലെ ഇങ്ങനെ മണലിൻ്റെ തരിട്ടിട്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ഇതുപോലെ പ്രാവശ്യം അലക്കുന്ന സമയത്ത് എനിക്ക് തോന്നി നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിടാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടേണ്ട ആവശ്യം നമുക്ക് തോന്നൂല സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ്. പിന്നെ അതേ പറഞ്ഞല്ലോ തട്ടും തെറസൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ടാർപ്പായ നല്ല പണിയാണ് കിട്ടുന്നത് കേട്ടോ. വടക്കേ പുറത്ത് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ടാർപ്പായ വെയിലുണ്ട്. അപ്പം ഇനി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡിലൊക്കെ കെട്ടി എന്തോ പ്രശ്നം, ആ കമ്പിയൊക്കെ മഴ പെയ്ത് വെള്ളം നിന്നിട്ട് കമ്പി അടക്കം വളഞ്ഞ് പോയിട്ടുണ്ടായിന്. കമ്പി വളഞ്ഞ് നിന്നിട്ട് ആ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ നിർത്തിക്കുക ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടാ. ആ കമ്പി നേരെ ഉണ്ടായിരുന്ന സ്ട്രൈറ്റ് ആയിട്ടുള്ള കമ്പിനായിരുന്നു അപ്പുറത്തും, അതങ്ങനെ ആയി പോയിട്ടുണ്ട്. പിന്നെ അത് വെയിൽ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ എടുക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന്, അത് കാരണം പിന്നെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ വന്നിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് പോയിട്ടാ. അപ്പോൾ പിന്നെ ഡ്രസ്സും ഉണ്ടായിരുന്ന അയലമേ. പിന്നെ ഇത് ഇപ്പം കെട്ടി തന്ന അയലാണ് കേട്ടോ, ഇക്കാൻ്റെ ഇപ്പം കെട്ടി തന്നതാണ്. ഉണക്കാനൊക്കെ സുഖമായി കാരണം. അപ്പോൾ നമുക്കെല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും മിക്കവാറും. എല്ലാവരും ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഉപ്പാര് ഉണ്ടല്ലോ, ആ ഉപ്പാരാവും നമുക്ക് വേണ്ടിയതായിട്ടുള്ള ചിലപ്പം പെട്ടെന്ന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ കൂടെ കൂടുക അവരേക്കാരം. അങ്ങനെ അയല കെട്ടിത്തരേ വിറകിൻ്റെ കാര്യങ്ങളായാലും അതൊക്കെ എങ്ങനെ ആയാലും ഉമ്മാർ അങ്ങനെയുള്ള അവർ തന്നെയാണ് ആ വക കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുക. പിന്നെ ഇതാ ഇവിടെ പാടത്ത് ഇങ്ങനെ ഞാറ് നടനും കണ്ടം പൂട്ടലൊക്കെ നല്ല തിരക്കാട്ടോ. അപ്പം ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇങ്ങനെ കാണാം, ഒഴിഞ്ഞ സ്ഥലമല്ലേ, മാഷാ അല്ലാ എന്ത് ഭംഗിയല്ലേ, പടച്ചവൻ്റെ പ്രകൃതി പടച്ച പടപ്പ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ അയൽമ തോരടഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഈ ഒരു സ്റ്റാൻഡ് നല്ല ഉപകാരത്തിൽ പെട്ട്. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ, നല്ല ഉപകാരമാണ്. നമുക്കിത് പുറത്ത് കൊണ്ടുവച്ചാൽ നമ്മളെ ചെറുവക ഐറ്റംസുകളൊക്കെ കുട്ടികളുടേതായാലും ഒക്കെ ഉണക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. എന്ന് പറയുക ബനിയനുകളുണ്ടല്ലോ അങ്ങനത്തതും, പിന്നെ നല്ല ഈസിയായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും ചെയ്യും. ഇപ്പം ഞാനിത് ഉണക്കണതിൻ്റെ മുന്നേ എടുത്തതാണ്, പക്ഷെ ഉണക്കി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഇതിൽ കാണുമെന്ന് ചിലപ്പം പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഫ്രീ ആയി നിൽക്കുമ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിങ്ങനെ ഏങ്കറൊക്കെ കൊടുത്തിട്ടൊക്കെ ഇടാൻ പറ്റും കേട്ടോ അങ്ങനെ. അപ്പോൾ വൈകുന്നേരമായി 5:30 ആയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈച്ചനെ ഭയങ്കര ശല്യം അവിടെ കേട്ടോ. നമ്മൾ എന്ത് കച്ചറ കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ എങ്ങനെ വൃത്തിയാക്കിയാലും ഒരു കാര്യമില്ല. ലാസ്റ്റ് നമ്മുടെ മെയിൻ സാധനം തന്നെ കേട്ടോ, നമ്മളെ ഫ്ലെയിം ബോർഡ് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് എല്ലാ കടകളിൽ നിന്നും കിട്ടും. 10 രൂപ ഉള്ളൂ കേട്ടോ അതിന്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ പോവും. അങ്ങനെ ഞാൻ തിരുമ്പിയതൊക്കെ എടുത്തു കൊടുന്നു, വൈകുന്നേരം എടുത്താണേ. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വാർപ്പിൻ്റെ മേലെ കയറിയിട്ട് ഞാൻ വ്യൂ കാണിച്ചു തരാം എന്നിട്ടാ. മാഷാ അല്ലാ എന്ത് ഭംഗിയാ വെച്ചിട്ട് കാണാൻ. പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ, നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ നോക്കി നല്ല കണ്ടൊക്കെ പൂട്ടിയിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാ. മാഷാ അല്ലാ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലേ ആകാശത്ത്, മഞ്ഞ് എന്താ പറയുക, മഞ്ഞ് എന്നാണ് പറഞ്ഞത്, മേഘങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാനേ നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടത്തിലൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്. മീൻ ഇവിടെ കണ്ടം പൂട്ടുന്ന സമയത്ത് ഇവിടുത്തെ ചേട്ടന്മാർ ഇപ്പുറത്തെ ബാക്ക് സൈഡിൽ കണ്ടം പൂട്ടുന്ന സമയത്ത് മക്കൾക്ക് കണ്ണനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്, നമ്മുടെ കൈനേക്കാട്ടിലും വലുപ്പമുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് കൊണ്ടുപോയി പൊരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുത്തവരുണ്ട്, അത് വേണ്ടട്ടമ്മ അവിടെ വെക്ക്, അതിനെ വളർത്താനാണെന്ന് പറഞ്ഞു, വലുതാവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, നമ്മളെ ഈ മതിലിൻ്റെ അങ്ങേപ്പുറം മൊത്തം പാടം തന്നെയാണ്, ബാക്ക് സൈഡും ഫുള്ള് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഉണ്ടാവും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ പുൽത്തട്ടിലുള്ള ഒരു വെള്ളം കണ്ടില്ലേ, കിണറാണ് കേട്ടോ അത്. പിന്നെ ഈ വഴിക്കൊന്നും കിണറിനൊന്നും ആഴില്ല, 4.5 കോല് 5 കോല് ആ ഒരു സ്ഥലത്ത് അത്രേ വരുള്ളൂ കിണറിൻ്റെ ആഴം. പിന്നെ നമുക്ക് കിണർ കുത്തുന്ന സമയത്തും ആ ഒരു സമയം തന്നെയാണ് കണ്ടത് കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നമ്മൾ വീട് പണിക്കൊക്കെ വെള്ളം എടുത്തിരുന്നത് ആ ഒരു കിണറ്റിൽ നിന്നായിരുന്നു. പിന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിണറൊക്കെ കുത്തിയത് കേട്ടോ. ഈ ഭാഗത്ത് നല്ല വേനലായി കഴിഞ്ഞെങ്കിലേ കുത്താൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ കുത്തിയപ്പോൾ തന്നെ 4.5 കോലിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കണ്ട്. എന്താ വെച്ചാൽ ഇവിടെ മൊത്തം വെള്ളം നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ മൊത്തം 4 പുറം പാടങ്ങളാണ് കേട്ടോ, തോട് മൂണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം എപ്പോഴും നിൽക്കുന്ന സ്ഥലമായി കാണാൻ വേഗം വെള്ളം കാണും. പിന്നെ ആ കാണുന്നുണ്ടല്ലോ അത് അമ്പലമാണ് കേട്ടോ, ശിവൻ്റെ അമ്പലമാണ് നമ്മളിവിടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു കുളമുണ്ട്, വലിയ കുളം പറഞ്ഞാൽ പഞ്ചായത്ത് കുളമാണ് കേട്ടോ. നമ്മളിവിടെ കാന്തല്ലൂർ കുളം എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ അയൽവാസികളോട് കേട്ടോ, മൂരിയില്ല, മൂരി തന്നെ. അപ്പോൾ അതിങ്ങനെ നോക്കുന്നുണ്ട് എന്താണിത് കഥ എന്ന് വിചാരിച്ച് നോക്കട്ടെ. മേലെ നിന്ന് ഇങ്ങനെ നിൽക്കണതാണ്, ഫോണിൽ എടുക്കണ കണ്ടോക്കി നോക്കുമ്പോഴേ. പിന്നെ ഇതൊക്കെ അവിടെ അയൽവാസികളാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ വേറെ ആൾക്കാരൊന്നും അയൽവാസികളൊന്നും ഇല്ല വിചാരിക്കും. പക്ഷേ ഈ ഒരു ഭാഗത്താണ് കണ്ണത്താ ദൂരത്തോളം പാടുള്ളത് കേട്ടോ. അപ്പുറത്തെ ഫ്രണ്ട് സൈഡ് അങ്ങനെ മൊത്തം നമുക്ക് അയൽവാസികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേ ഒന്ന് ലൈക്ക് ഇടാൻ മറന്നിട്ടുണ്ട് വെച്ചെങ്കിൽ
ഒരു ലൈക്ക് ഇട്ടേക്കിട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ണ് വിട്ടേണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുകയും പിന്നെ നിങ്ങളെ കട്ട സപ്പോർട്ട് കൂടൊപ്പം വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതാ നമ്മുടെ ടെറസിൻ്റെ മേലത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാരണം കൊണ്ട് മറക്കാണ്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നാട്ടോ, അല്ലാണ്ട് ഞാൻ കയറലൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. പിന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കണ്ട് മരുവിൻ്റെ സമയം ഇങ്ങനെ ആയി തുടങ്ങിയല്ലേ, നമുക്ക് കുറേ ചെല്ലാനും വെറുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞ് മരുവ് വാങ്ങി കൊടുത്തതിന് ശേഷം നമ്മുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എടുക്കണത് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിലുള്ള മദ്രസയിലേക്കൊക്കെ ഉള്ള ബുക്കുകളൊക്കെ എടുത്ത് വെക്കുക, പഠിക്കുക, എക്സാമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ആ പഠിത്തത്തിലും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും ഇപ്പോൾ തന്നെയാണ് അവസ്ഥ എന്നറിയാം. നമ്മളിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നാലെ നടന്നില്ലെങ്കിൽ ഒരു പഠിക്കൊന്നുമില്ല, ഓർക്കിപ്പോൾ വലിയ ആവശ്യമില്ല എന്നുള്ളൊരു ഗതിയാണല്ലോ മക്കളുടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ഫോണിൽ നല്ല പരിപാടിയാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. ഇഷ്ടമായില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.